ഹലോ, ഇന്ന് ഞാൻ തോട്ടത്തിലേക്ക് ഇറങ്ങിയത് മുരിങ്ങയില പറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ തോട്ടത്തിൽ കുറേ മുരിങ്ങക്കൊമ്പ് കുത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് ഇവിടുന്ന് നോക്ക് പറിക്കണം, നല്ല ഇല ഉണ്ടായിട്ടുണ്ടേ. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല തളിരിലകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെ വെട്ടി കൊടുത്തതിലാണ് കേട്ടോ ഇപ്പോൾ തളിരിലുണ്ടായത്. പിന്നെ നമ്മളെ തെങ്ങും തൈയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത് വെച്ചാൽ അതിൻ്റെ താഴെ നമ്മൾ മുരിങ്ങക്കൊമ്പ് കുത്തിയാൽ ആ തെങ്ങ് തൈ നിവർന്നു പോകുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കുത്തിയിട്ടുണ്ടായിരുന്ന ഒരു തെങ്ങിൻ തൈൻ്റെ അടുത്തുള്ള മുരിങ്ങയാണ് ഇന്ന് പറിക്കുന്നതേ. അപ്പം മുരിങ്ങേൻ്റെ ഗുണങ്ങൾ അറിയുന്നവർ ആരും മുരിങ്ങയിൽ വെറുതെ കളയില്ലേ. വൈറ്റമിൻ എ, സി, കാൽസ്യം, ഇരുമ്പ്, പ്രോട്ടീൻ തുടങ്ങിയിട്ട് ഒരുപാട് പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ, പ്രമേഹം കുറയ്ക്കാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, അതുപോലെ ശരീരത്തിലെ നീര്, വേദന എന്നിവ കുറയ്ക്കാനൊക്കെ മുരിങ്ങയില നല്ലതാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് കുത്തി വെച്ചാലും അതുപോലെ ചാരി വെച്ചാലും ഒക്കെ പെട്ടെന്ന് അതിൽ കുറേ ഇലകളൊക്കെ കിളിർത്ത് വരുന്നത് കാണാം. അത്രയും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് മുരിങ്ങ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ് കേട്ടോ. ചർമ്മരോഗങ്ങൾ കുറയ്ക്കാനും പിന്നെ അകാലനര തടയാനൊക്കെ മുരിങ്ങയില നല്ലതാണ്. ഹൃദയാരോഗ്യത്തിനും നല്ലതാണ്. അതുപോലെ നമ്മൾക്ക് വേദന, നീരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ നമ്മളെ മുല കിട്ടുന്ന അമ്മമാരില്ലേ, അവർക്ക് പാലുണ്ടാവാനും ഒക്കെ മുരിങ്ങയില നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ മുരിങ്ങയില കുഴിച്ചിടുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മുരിങ്ങയില കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.